എൻ്റെ അമ്മേ, ഈ ഒരു നാച്ചുറൽ ഡൈ നിങ്ങൾ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. കെമിക്കൽ ഡൈ നിങ്ങൾ കൈ കൊണ്ട് പോലും തൊടാത്ത രീതിയിലുള്ള റിസൾട്ടാണ് ഈ ഒരു നാച്ചുറൽ ഡൈ നമുക്ക് തരുന്നത് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ. പഴയ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെത് ഉപയോഗശൂന്യമായതാണ് കേട്ടോ. അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ എടുക്കാവുന്നതാണ്. ഇനി ഉണ്ണിയപ്പച്ചട്ടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അടികട്ടിയുള്ള പാത്രം എടുക്കാവുന്നതാണ് കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. മുടി വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയെ ഈസി ആയിട്ട് കറുപ്പിക്കാനും സഹായിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു 1/2 സ്പൂണ് വീതം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഉലുവയുടെ പുറത്തുമായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. നാടൻ കറിവേപ്പിലയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു 3-4 ഇല അടുപ്പിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ. പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ല രീതിയിൽ 1-2 വെള്ളത്തിൽ കഴുകാൻ മറക്കരുത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇടാനും മറക്കരുത് കേട്ടോ നമ്മുടെ കറിവേപ്പില. എങ്കിൽ മാത്രമേ അതിൽ കീടനാശിനി വെള്ളം ഉണ്ടെങ്കിൽ അത് പോകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ 3 ഐറ്റം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷമാണ് ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നത്. ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇതെന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. നമ്മുടെ കറിവേപ്പിലയായാലും അതുപോലെ തന്നെ ഉലുവയായാലും മഞ്ഞൾപ്പൊടി ആയാലും നമ്മുടെ മുടിയെ നല്ല രീതിയിൽ നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഉലുവയ്ക്ക് പകരമായിട്ട് കടുക് വേണമെങ്കിലും എടുക്കാവുന്നതാണേ. ഇനി കുറച്ച് നേരം നമ്മൾ ഒരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് അതൊന്ന് കരിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഇത് കരിഞ്ഞ് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുതെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ഒരേ രീതിയിൽ, അതായത് ഒരേ മൂപ്പിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഇത് നമ്മൾ കയ്യിലെടുത്തൊന്ന് ഞെരടുന്ന സമയത്ത് പൊടിഞ്ഞ് വരും കേട്ടോ. ഇതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഞാൻ എടുത്ത സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടത്. നമ്മുടെ ഉലുവയായാലും കറിവേപ്പിലയായാലും നല്ല രീതിയിൽ പൊടിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക്, അതായത് നനവൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മറക്കരുത്. മാറ്റി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാവേ. ഇനി നമുക്കിത് ഡൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആവശ്യത്തിന് പൊടിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഡാബ്ര ആംലയാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡാബ്ര ആംലയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ നമ്മൾ ഷാമ്പൂ ഒന്നും ഇടാതെ തന്നെ കഴുകി കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഇത് നിൽക്കത്തില്ല കേട്ടോ. നമ്മൾ കെമിക്കൽ ഡൈയുടെ അത്ര ഈടൊന്നും ഇതിന് നിൽക്കത്തില്ല. 1-2 ദിവസത്തേക്ക് മാത്രമേ നമുക്ക് നമ്മുടെ മുടിയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ഇത് തികച്ചും ടെമ്പററി ഡൈ മാത്രമാണ് കേട്ടോ. പെർമനൻറ്റ് ഡൈ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കെമിക്കൽ ഡൈ തന്നെ നല്ലതാണ്. പക്ഷേ അത് എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല, അലർജി പ്രോബ്ലം കാരണം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.